ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുവേ. അപ്പോൾ ചിക്കൻ കറി വെക്കാനായിട്ട് ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് സവാളയും പച്ചമുളകും വേപ്പിലയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കണേ. അത് ഇളക്കി ഒരു ഏകദേശം വാടി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ട് നന്നായിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുമ്പോഴത്തേക്ക് തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് അതിലേക്ക് വഴറ്റാവേ. തക്കാളിയും കൂടെ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമ്മുടെ പൊടികളായ മഞ്ഞൾ പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല എല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ വഴറ്റണേ. ആ പൊടികളുടെ പച്ചമണം ആ കുത്തലും ഇടണ വരെ നല്ല രീതിയിൽ ഇളക്കണേ, അല്ലെങ്കിൽ കറിക്ക് ഒരു പച്ച ചോക്കും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പൊടിയൊക്കെ അതേ ഇവിടെ നല്ല രീതിയിൽ വഴണ്ട ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. കുറച്ച് തൈരും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ ഇളക്കണേ. കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോഴത്തേക്കും ചിക്കൻ വേകാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാവേ. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ അരപ്പൊന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേ നമ്മൾ ചിക്കനെല്ലാം അതിൻ്റെ അകത്ത് പെറുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. പെറുക്കിയിട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലായിടത്തും അരപ്പ് പിടിക്കുന്നത് വരെ സ്പൂൺ വെച്ച് തന്നെ നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേകാനായിട്ട് മൂടി വെക്കണേ. ഇടയ്ക്ക് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇടയ്ക്ക് മൂടി തുറന്ന് ചിക്കൻ വേകാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അവസാനമായിട്ട് ഇതേ മല്ലിയില തൂകി ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ.